Morning students, today we are taking about a second chapter English Origin and Evolution of English Literature, Understanding Language Change Literary Development. എന്താണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നോക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് ഭാഷയെയും സാഹിത്യത്തിലെയും വരുന്ന അതിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചും പരിണാമത്തെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ മെയിനായും നോക്കാൻ പോകുന്നത് കേട്ടോ. Okay, why study English evolution? Language constantly evolves, influenced by culture, history and technology. English is now a global language. Literature reflects and shape language change. എന്താണ് പറയുന്നത്? നമുക്ക് മെയിനായിട്ടും ഈ ഒരു ഇതിൽ പഠിക്കാനുള്ളത് ഇംഗ്ലീഷ് എവല്യൂഷൻ, എന്തൊക്കെ മാറ്റങ്ങളാണ് ഇംഗ്ലീഷ് ഭാഷ നമ്മുടെ മോഡേൺ ഡേയിലും ആൻഷ്യൻ ടൈമിലും എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവന്നത് എന്നൊക്കെയാണ് നമ്മൾ മെയിനായിട്ടും ഈ ഒരു ചാപ്റ്ററിലൂടെ ഫോക്കസ് ചെയ്യുന്നത്. ലാംഗ്വേജ് കൺസ്റ്റൻ്റ്ലി ഇവോൾവ്സ്, ലാംഗ്വേജിന് എന്തുണ്ട്, ഒരു പരിണാമമുണ്ട്. അതിപ്പം ടെക്നോളജിയിലായിക്കോട്ടെ, കൾച്ചറിൽ, ഹിസ്റ്ററിയിലൊക്കെ അതിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇന്ന് ഇംഗ്ലീഷ് ഈസ് നൗ എ ഗ്ലോബൽ ലാംഗ്വേജ്. ഇന്ന് ഇംഗ്ലീഷ് ഒരു ഗ്ലോബൽ ലാംഗ്വേജ് ആയി മാറിയിട്ടുണ്ട്. ലിറ്ററേച്ചർ റിഫ്ലെക്ട്സ് ആൻഡ് ഷേപ്പ് ലാംഗ്വേജ് ചേഞ്ച്. ഓക്കെ, ഇതിലൂടെ മെയിനായിട്ടും നമ്മൾ നോക്കുന്നത് ഹൗ ദ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ഇവോൾവ് ഓവർ ടൈം, ആൻഷ്യൻ ടൈം ടു മോഡേൺ ഡേ. അതായത് പുരാതന കാലം മുതൽ ആധുനിക കാലം വരെ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഉണ്ടായ മാറ്റങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇതിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പം ഇറ്റ് വിൽ ഹെൽപ്പ് അണ്ടർസ്റ്റാൻഡ് നോട്ട് ഓൺലി ഇംഗ്ലീഷ് ബട്ട് ഹൗ ദ ചേഞ്ചസ് ഇൻ ഹിസ്റ്ററി. നമ്മുടെ ഇംഗ്ലീഷ് ഭാഷയിൽ വന്ന മാറ്റങ്ങൾ മാത്രമല്ല, അത് നമ്മുടെ ഹിസ്റ്ററിയിൽ തന്നെ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നു എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ടും നോക്കാൻ പോകുന്നത് കേട്ടോ. ദെൻ the English language has a long and fascinating history. English languageന് ഒരു ദീർഘവും ആഴമേറിയതുമായ ഒരു ചരിത്രം തന്നെ ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, it started as a regional language. It spoke to a few tribes and now is global means of communication, right? ആദ്യം ഒരു പ്രാദേശിക ഭാഷ മാത്രമായിരുന്ന ഇംഗ്ലീഷ്, അതും ചുരുക്കം ചില ഗോത്രവർഗങ്ങൾ മാത്രം സംസാരിച്ചിരുന്ന ഒരു ഭാഷയായിരുന്നു ഇംഗ്ലീഷ് ഭാഷ. പക്ഷെ ഇന്നത് ഗ്ലോബൽ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ആഗോള തലത്തിൽ തന്നെ അതൊരു വലിയ മാറ്റങ്ങൾ, അതായത് വേൾഡ് വൈഡ് ആയിട്ട് അത് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. പലരുടെയും നാറ്റീവ് ലാംഗ്വേജ് ആയിട്ട് വരെ ഇംഗ്ലീഷ് ഭാഷ മാറിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇതാണ് നമ്മളിപ്പം മെയിനായിട്ട് പറഞ്ഞു. വൈ സ്റ്റഡി ഇംഗ്ലീഷ് എവല്യൂഷൻ? ലാംഗ്വേജ് കൺസ്റ്റൻ്റ്ലി ഇവോൾവ്സ്, ഇൻഫ്ലുവൻസ്ഡ് ബൈ കൾച്ചർ, ഹിസ്റ്ററി ആൻഡ് ടെക്നോളജി. ഇംഗ്ലീഷ് ഈസ് നൗ എ ഗ്ലോബൽ ലാംഗ്വേജ്. ലിറ്ററേച്ചർ റിഫ്ലെക്ട്സ് ആൻഡ് ഷേപ്പ് ലാംഗ്വേജ് ചേഞ്ച്. ഓക്കെ, ദ നെക്സ്റ്റ് പോയിന്റ്, ദ ഫേസസ് ഓഫ് ദ ഇംഗ്ലീഷ് ലാംഗ്വേജ്. ദ ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഫേസസ് ഓഫ് ദ ഇംഗ്ലീഷ് ലാംഗ്വേജ്. നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് ഓൾഡ് ഇംഗ്ലീഷ് പീരീഡ്, മിഡിൽ ഇംഗ്ലീഷ് പീരീഡ്, ഏർലി മോഡേൺ ഇംഗ്ലീഷ്, മോഡേൺ ഇംഗ്ലീഷ്. ഇത് ഇംഗ്ലീഷ് ആ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പീരീഡുകളാണ്. ഓൾഡ് ഇംഗ്ലീഷ് പീരീഡ് ഏതാണ് വരുന്നത്? 450 to 1150. ഇതിലെ ഒരു മേജർ വർക്കാണ് ബിയോൾഫ് എന്ന് പറയുന്നത്. ദിസ് വാസ് ദ ഏർലിയസ്റ്റ് ഫോം ഓഫ് ഇംഗ്ലീഷ് സ്പോക്കൺ ബൈ ആംഗ്ലോ സെക്സൻസ് സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു പീരീഡ് ആയിരുന്നു ഓൾഡ് ഇംഗ്ലീഷ്. ഓൾഡ് ഇംഗ്ലീഷ് പീരീഡിലെ എ ഫേമസ് വർക്ക് ഫ്രം ദിസ് ടൈം ഈസ് എ ബിയോൾഫ്. ഈ ഒരു പീരീഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട വർക്കാണ് ബിയോൾഫിൻ്റെ. ഇത് നമുക്ക് ഒരു ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസിലൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ദ ഫസ്റ്റ് എപ്പിക് പോയം എന്താണെന്നൊക്കെ ചോദിക്കും. വാട്ട് ഈസ് ദ ഫസ്റ്റ് എപ്പിക് പോയം? ബിയോൾഫ് ആണ്. ഓൾഡ് ഇംഗ്ലീഷ് പീരീഡിൽ വരുന്നതാണ് ബിയോൾഫ്. ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതെന്തായാലും പരീക്ഷയിലൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ദെൻ ദ സെക്കൻഡ് പീരീഡ് ഏതാണ്? മിഡിൽ ഇംഗ്ലീഷ് പീരീഡ് ആണ്. മിഡിൽ ഇംഗ്ലീഷ് 1150 to 1550. ഇതിൽ മേജർ ഒരു ഓഥറാണ് ചോസർ അല്ലേ. ചോസർ എന്താണ്? ചോസറിൻ്റെ കാൻറ്റംബററി ടെയിൽസ്, ചോസറിൻ്റെ ഒരു വർക്കാണ് കാൻറ്റംബററി ടെയിൽസ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ചോസറിൻ്റെ ഒരു വർക്കാണ് കാൻറ്റംബററി ടെയിൽസ്. പിന്നെ ഈ ഒരു പീരീഡിലായിരുന്നു ആഫ്റ്റർ ദ നോർമൻ കോൺക്വസ്റ്റ് പിന്നെ മെനി ഫ്രഞ്ച് വേർഡ്സ് എൻറ്റേർഡ് ഓഫ് ഇംഗ്ലീഷ്. ഒരുപാട് ഫ്രഞ്ച് വേർഡ്സുകൾ ഇംഗ്ലീഷിലേക്ക് കടന്നു വന്നതും പിന്നെ നോർമൻ കീഴടക്കിയതൊക്കെ ഈ ഒരു പീരീഡിലായിരുന്നു. മിഡിൽ ഇംഗ്ലീഷ് പീരീഡിലാണ്. മിഡിൽ ഇംഗ്ലീഷ്
ഇംഗ്ലീഷ് പീരീഡിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ഓതർ എന്ന് പറയുന്നത് ചോസർ ആണ്. ആരാണ്? ചോസർ ആണ്. കാൻറ്റംപററി ടെയിൽസ് അദ്ദേഹത്തിൻ്റെ വർക്കാണ്, ചോസറിൻ്റെ വർക്കാണ് കാൻറ്റംപററി ടെയിൽസ്. അപ്പോൾ മിഡിൽ ഇംഗ്ലീഷിലെ ഒരു ഇമ്പോർട്ടൻറ്റ് വർക്ക് എന്താണ്? ചോസറിൻ്റെ കാൻറ്റംപററി ടെയിൽസ് ആണ്. അതാണ് ഈ ഒരു പീരീഡിലെ ഏറ്റവും ഫിഗർ ഓഫ് ദിസ് പീരീഡ് കാൻറ്റംപററി ടെയിൽസ് ചോസറിൻ്റെത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഏർലി മോഡേൺ ഇംഗ്ലീഷ് പീരീഡ് ആണ്. 1500 to 1800 ആണ് ഇയർ വരുന്നത്. ഷേക്സ്പിയർ ഇതിലൊരു ഇമ്പോർട്ടൻറ്റ് എന്താണ്? ഇമ്പോർട്ടൻറ്റ് ഓതർ ഷേക്സ്പിയർ ആണ്. ഏർലി മോഡേൺ ഇംഗ്ലീഷ് പീരീഡ്. ദെൻ മെയിനായിട്ടും ദിസ് പീരീഡ് ഇൻക്ലൂഡ്സ് ദ വർക്ക്സ് ഓഫ് വില്യം ഷേക്സ്പിയർ. ദെൻ ഈ ഒരു പീരീഡിലായിരുന്നു പ്രിൻറ്റിംഗ് പ്രസ് ഇൻവെൻറ്റ് ചെയ്തത്. ആരാണ് പ്രിൻറ്റിംഗ് പ്രസ് ഇൻവെൻറ്റ് ചെയ്തത്? ബൈ കാക്സ്റ്റൺ. പ്രിൻറ്റിംഗ് പ്രസ് ഇൻവെൻറ്റഡ് ബൈ കാക്സ്റ്റൺ. 1476 കാക്സ്റ്റൺ പ്രിൻറ്റിംഗ് പ്രസ് ഇൻവെൻറ്റ് ചെയ്തത്. അത് നമ്മുടെ ഇംഗ്ലീഷിനെ ഒരുപാട് സ്റ്റാൻഡേർഡൈസ് ചെയ്യാൻ പ്രിൻറ്റിംഗ് പ്രസ് കണ്ടുപിടിച്ചത് ഒരുപാട് ഇംഗ്ലീഷിനെ സ്റ്റാൻഡേർഡൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം മിഡിൽ ഇംഗ്ലീഷ് പീരീഡിൽ ആരാണ്? ഷേക്സ്പിയർ ആണ്. 1500 to 1800 this period include the works of William Shakespeare. This period include the works of William Shakespeare. ഷേക്സ്പിയറിൻ്റെ ഒരു മേജർ ഇമ്പോർട്ടൻറ്റ് പീരീഡാണ് ഏർലി മോഡേൺ ഇംഗ്ലീഷ് പീരീഡ്. അതിൽ വരുന്നതാണ് ഷേക്സ്പിയർ. ഓക്കെ, ദെൻ ഈ ഏർലി മോഡേൺ ഇംഗ്ലീഷ് പീരീഡിലാണ് പ്രിൻറ്റിംഗ് പ്രസ് ഇൻവെൻറ്റ് ചെയ്തത്. ആരാണ് ഈ പ്രിൻറ്റിംഗ് പ്രസ് ഇൻവെൻറ്റ് ചെയ്തത്? കാക്സ്റ്റൺ ആണ് 1476. ദെൻ പ്രിൻറ്റിംഗ് പ്രസ് ഇൻവെൻറ്റ് ചെയ്തത് എന്ത് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തു? ഇംഗ്ലീഷ് എന്ന ഭാഷയെ ഒരുപാട് സ്റ്റാൻഡേർഡൈസ് ചെയ്യാൻ പ്രിൻറ്റിംഗ് പ്രസ് ഇൻവെൻറ്റ് ചെയ്തത് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് മോഡേൺ ഇംഗ്ലീഷ് പീരീഡാണ് 1800 പ്രസൻറ്റ്. ഓക്കെ, ഇംഗ്ലീഷ് കണ്ടിന്യൂ ടു ഇവോൾവ് ആൻഡ് എക്സ്പാൻഡ്. അതായത് ഈ ഒരു പീരീഡിലാണ് ഇംഗ്ലീഷ് കൂടുതലും വികാസം പ്രാപിച്ചത്. അത് എല്ലാ തരത്തിലും എല്ലാ മേഖലയിലും ഇംഗ്ലീഷിന് കൂടുതൽ ഒരു പ്രാബല്യവും അത് ഒരുപാട് വികസിച്ചതും മോഡേൺ ഇംഗ്ലീഷ് പീരീഡിലാണ്. അത് 1800 പീരീഡിലാണ്, ഈ പ്രസൻറ്റിലാണ്. ദെൻ ഈ ഒരു പീരീഡിൽ എന്താണ് നമ്മൾ ഡിക്ഷണറീസ് ഇൻവെൻറ്റ് ചെയ്തത് മോഡേൺ ഇംഗ്ലീഷ് പീരീഡിലാണ് കേട്ടോ. ഡിക്ഷണറീസ് ലൈക്ക് ജോൺസൺസ്, വെബ്സ്റ്റേഴ്സിൻ്റെ ഒക്കെ ഡിക്ഷണറീസ് ഈ ഒരു പീരീഡിലാണ് മെയിനായിട്ടും ഇൻവെൻറ്റ് ചെയ്തത്. ദെൻ ഹെൽപ്ഡ് ഫിക്സ് ഗ്രാമർ ആൻഡ് സ്പെല്ലിംഗ്. അത് നമ്മുടെ വാക്കുകളിൽ ഗ്രാമറിൻ്റെയും സ്പെല്ലിങ്ങിൻ്റെയൊക്കെ മാറ്റങ്ങൾ വരുത്താനൊക്കെ ഡിക്ഷണറീസ് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് എന്താണ് മോഡേൺ ഇംഗ്ലീഷ് പീരീഡിൽ അങ്ങനെയാണ് ഇംഗ്ലീഷിന് ഒരുപാട് എന്ത് ചെയ്യാൻ പറ്റിയത്? വികസിക്കാൻ പറ്റിയത്. അപ്പോൾ ദ ഫേസസ് ഓഫ് ദി ഇംഗ്ലീഷ് ലാംഗ്വേജ്, ഇമ്പോർട്ടൻറ്റ് ഓൾഡ് ഇംഗ്ലീഷ് പീരീഡ്, മിഡിൽ ഇംഗ്ലീഷ് പീരീഡ്, ഏർലി മോഡേൺ ഇംഗ്ലീഷ്, മോഡേൺ ഇംഗ്ലീഷ്. ഇതിൽ പ്രധാനപ്പെട്ട ഓൾഡ് ഇംഗ്ലീഷിലെ പ്രധാനപ്പെട്ട വർക്ക് ബിയോൾഫ് ആണ്. ദ എപ്പിക് പോയം. The epic poem, the earliest form of English spoken by Anglo-Saxons. Then the ബിയോൾഫിൻ്റെ ദ എപ്പിക് പോയം ദ ഓൾഡ് ഇംഗ്ലീഷ് പീരീഡിലെ ദ ഫേമസ് വർക്കാണ് കേട്ടോ. ദെൻ മിഡിൽ ഇംഗ്ലീഷ് പീരീഡിൽ ചോസർ ആണ്. ചോസർ എന്താണ്? ആഫ്റ്റർ ദ നോർമൻ കോൺക്വസ്റ്റ് മെനി ഫ്രഞ്ച് വേർഡ്സ് എൻറ്റേർഡ് ദിസ് പീരീഡ്. ഓക്കെ, ദെൻ ജിയോഫ്രി ചോസർ ദ ഓതർ ഓഫ് ദ കാൻറ്റംപററി ടെയിൽസ്. ദ ഫേമസ് ഫിഗർ ഓഫ് ദിസ് പീരീഡ്. ഈ ഒരു പീരീഡിലെ ഏറ്റവും ഫേമസ് വർക്കാണ് ചോസറിൻ്റെ കാൻറ്റംപററി ടെയിൽസ്. ഏതിലാണ്? മിഡിൽ ഇംഗ്ലീഷ് പീരീഡിൽ ചോസർ. ദെൻ ഏർലി മോഡേൺ ഇംഗ്ലീഷിൽ ദ ഫേമസ് വർക്ക് ഇൻക്ലൂഡഡ് ബൈ ഷേക്സ്പിയറിൻ്റെ ഫേമസ് വർക്കാണ് എന്താണ് ഏർലി മോഡേൺ ഇംഗ്ലീഷിലെ ഒരു പ്രധാനപ്പെട്ട ഓതർ വരുന്നത് ഷേക്സ്പിയറിൻ്റെ വർക്ക്സ് ആണ്. ദെൻ ഈ ഒരു പീരീഡിലായിരുന്നു പ്രിൻറ്റിംഗ് പ്രസ് ഇൻവെൻറ്റ് ചെയ്തത്. 1476 പ്രിൻറ്റിംഗ് പ്രസ് ഇൻവെൻറ്റ് ചെയ്തത്. അത് ആരാണ് ഇൻവെൻറ്റ് ചെയ്തത്? കാക്സ്റ്റൺ ആണ്. ഓക്കെ, ദെൻ മോഡേൺ ഇംഗ്ലീഷിൽ എന്താണ്? ഇംഗ്ലീഷ് കണ്ടിന്യൂ ടു ഇവോൾവ് ആൻഡ് എക്സ്പാൻഡഡ്. ഇംഗ്ലീഷ് ഒരുപാട് വികാസം വന്നത് ഈ ഒരു പീരീഡിലാണ്. ഏത് പീരീഡാണ്? മോഡേൺ ഇംഗ്ലീഷ് പീരീഡിലാണ്. ദെൻ ഡിക്ഷണറീസ് ഇൻവെൻറ്റ് ചെയ്തു. ദെൻ വെബ്സ്റ്റേഴ്സിൻ്റെയും ജോൺസൺസിൻ്റെയും ഒക്കെ ഡിക്ഷണറീസ് ഇൻവെൻറ്റ് ചെയ്തത് മോഡേൺ ഇംഗ്ലീഷ് പീരീഡിലാണ്. അത് എന്ത് ചെയ്യാൻ പറ്റി? ഹെൽപ്ഡ് ടു ഫിക്സ് ഗ്രാമർ ആൻഡ് സ്പെല്ലിംഗ്. നമ്മുടെ ഗ്രാമറിലെ സ്പെല്ലിംഗ് കാര്യങ്ങളൊക്കെ ഇംഗ്ലീഷിനെ തന്നെ ആ ഒരു ഭാഷയെ ഒരുപാട് തരത്തിൽ അത് ഇവോൾവ്ഡ് ആൻഡ് എക്സ്പാൻഡ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ സഹായിച്ചത് മോഡേൺ ഇംഗ്ലീഷ് പീരീഡിലാണ് കേട്ടോ.
ദെൻ നെക്സ്റ്റ് കീ മൈൽ സ്റ്റോൺസ് ഇൻ ഇംഗ്ലീഷ് ഹിസ്റ്ററി. നമ്മുടെ ഇംഗ്ലീഷ് ഹിസ്റ്ററിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കീ മൈൽ സ്റ്റോൺസ് ആണ് നമ്മളിപ്പം ഇവിടെ ഞാൻ ഷോർട്ടായിട്ട് കൊടുത്തിട്ടുള്ളത്. എല്ലാവരും ഒന്ന് ജസ്റ്റ് ഫോക്കസ് ചെയ്താൽ മാത്രം മതി. നമുക്ക് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസിൽ പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. 1066 നോർമൻ കോൺക്വസ്റ്റ്, എന്താണ് നോർമൻ കീഴടക്കിയതാണ്. 1476 പ്രിന്റിംഗ് പ്രസ് ബൈ കാക്സ്റ്റൺ. ഞാൻ പറഞ്ഞു പ്രിന്റിംഗ് പ്രസ് കണ്ടുപിടിച്ചത് ആരാണ്? കാക്സ്റ്റൺ ആണ്. അത് ഇയർ വരുന്നത് 1476 ദെൻ 1604 ഫസ്റ്റ് ഡിക്ഷണറി. ദെൻ 1755 ജോൺസൺസ് ഡിക്ഷണറി. ദെൻ 1828 വെബ്സ്റ്റേഴ്സ് ഡിക്ഷണറി. ദെൻ 1928 ഓക്സ്ഫോർഡ് ഡിക്ഷണറി. ഇങ്ങനെയാണ് വരുന്നത്. ദ കീ മൈൽ സ്റ്റോൺസ് ഇൻ ഇംഗ്ലീഷ് ഹിസ്റ്ററി, ദ ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് ആണ്. ഇത് ജസ്റ്റ് ഒന്ന് എല്ലാവരും ഫോക്കസ് ചെയ്താൽ മതി. ഇത് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസിലാണ് നമുക്ക് അധികം പ്രതീക്ഷിക്കാവുന്നത് കേട്ടോ. ഈ ഒരു ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് നെക്സ്റ്റ് ഏരിയ ആണ് എവല്യൂഷൻ ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ. അപ്പോൾ നമുക്ക് ഇതിൽ കുറച്ച് പീരീഡ്സ് ആണുള്ളത്. ആ പീരീഡ്സിൽ വരുന്നതാണ് മിഡിൽ ഇംഗ്ലീഷ് പീരീഡ്, റെനൈസൻസ് പീരീഡ്, റൊമാൻറ്റിക് പീരീഡ്, വിക്ടോറിയൻസ് പീരീഡ്, മോഡേൺ ആൻഡ് കണ്ടംപററി പീരീഡ്. അപ്പോൾ ഇത്രയും പീരീഡ്സിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പം ഇത്രയും ഈ ഒരു പീരീഡ്സ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതാണ്. എസ് എ കാര്യങ്ങളൊക്കെ ഈ ഒരു ഇതിനെ കുറിച്ചിട്ട്, ഫേസസിനെ കുറിച്ചിട്ട്, ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൻ്റെ ഫേസസിനെ കുറിച്ചിട്ട് ഈ ഇതിലൊരു എസ് എ കാര്യങ്ങളാണ് ചോദിക്കാനുള്ള ചാൻസസ് കൂടുതൽ. അപ്പോൾ നമ്മൾ പറഞ്ഞു മിഡിൽ ഇംഗ്ലീഷ് പീരീഡിൽ എന്താണ് ചോസേഴ്സിൻ്റെ റിയലിസ്റ്റിക് ആൻഡ് ഹ്യൂമറസ് ടെയിൽസ് ആയിരുന്നു അന്ന് നിലനിന്നിട്ടുണ്ടായിരുന്നത്. ദെൻ നെക്സ്റ്റ് റെനൈസൻസ് പീരീഡ് ആണ്. റെനൈസൻസ് പീരീഡിൽ ഷേക്സ്പിയറിൻ്റെ പ്ലേസ് ആൻഡ് പോയട്രിക്ക് ആയിരുന്നു കൂടുതലും ഊന്നൽ നൽകിയിട്ടുണ്ടായിരുന്നത്. അന്ന് കൂടുതലും ഷേക്സ്പിയറിയൻ പ്ലേസും പോയംസ് ഒക്കെ ആയിരുന്നു എന്തായിരുന്നത് ഫിഗർ ഓഫ് ആ ഒരു കാലഘട്ടത്തിലെ ഫിഗർ ഓഫ് എന്തായിരുന്നു ഷേക്സ്പിയറിൻ്റെ പ്ലേസ് ആൻഡ് പോയിറ്റ് ആയിരുന്നു മെയിനായിട്ട് ഫോക്കസ് ചെയ്തത്. ദെൻ റൊമാൻറ്റിക് പീരീഡ് ആണ്. റൊമാൻറ്റിക് പീരീഡിൽ എന്താണ് ഫോക്കസ് ചെയ്തത്? നാച്ചർ ആൻഡ് ഇമോഷൻസിനെയാണ് റൊമാൻറ്റിക് പീരീഡിൽ. അപ്പം നമുക്ക് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് ചോദിക്കാനുള്ള ചാൻസസ് ഏറ്റവും കൂടുതൽ റൊമാൻറ്റിക് പീരീഡിൽ വരുന്ന പോയിറ്റ്സിനെ കുറിച്ചിട്ടായിരിക്കും. ദെൻ വേർഡ്സ്വിത്ത് ആൻഡ് ജോൺ കീറ്റ്സ് ആണ് റൊമാൻറ്റിക് പീരീഡിലെ ഫേമസ് പോയിറ്റ്സ് എന്ന് പറയുന്നത്. വേർഡ്സ്വിത്ത് ആൻഡ് ജോൺ കീറ്റ്സ് ആണ്. ദെൻ നെക്സ്റ്റ് വിക്ടോറിയൻ ലിറ്ററേച്ചർ ആണ്. വിക്ടോറിയൻ പീരീഡ് എന്താണ് അഡ്രസ്സ് ചെയ്തത്? കൂടുതലും സോഷ്യൽ ഇഷ്യൂസിനെയാണ് വിക്ടോറിയൻ പീരീഡ്സിൽ അഡ്രസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ ആ ഒരു പീരീഡിലെ മെയിൻ ഓഥർ എന്ന് പറയുന്നത് ചാൾസ് ഡിക്കൻസ് ആയിരുന്നു. ആരായിരുന്നു? ചാൾസ് ഡിക്കൻസ്. ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസിൽ ചോദിക്കാൻ ഏറെ ചാൻസസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ചാൾസ് ഡിക്കൻസ് ആയിരുന്നു വിക്ടോറിയൻ പീരീഡിലെ ഒരു മെയിൻ ഓഥർ. ആരായിരുന്നു? ചാൾസ് ഡിക്കൻസ് ആണ്. ദെൻ നെക്സ്റ്റ് പീരീഡ് മോഡേൺ ആൻഡ് കണ്ടംപററി, അതായത് ഇപ്പോഴത്തെ ഒരു പ്രസൻറ്റ് ആയിട്ടുള്ള പീരീഡാണ് മോഡേൺ ആൻഡ് കണ്ടംപററി. ഇപ്പോൾ ലിറ്ററേച്ചറിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഡൈവേഴ്സ് തീംസ്, ഗ്ലോബൽ വോയിസസ് ആൻഡ് എക്സ്പെരിമെൻറ്റ്സ് ഇൻ സ്റ്റൈൽ. അപ്പം ഇത്രയും പോയിന്റ്സ് എന്ന് പറയുന്നത് നമ്മൾ കറക്റ്റ് ഫോക്കസ് ചെയ്ത് നോക്കുക. ഇതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ടും വരുന്നത് കേട്ടോ. ദെൻ നമ്മൾ പറഞ്ഞത് ഇംഗ്ലീഷ് ഇൻ ഇന്ത്യ കൊളോണിയൽ ലെഗസിയാണ്. അത് നമുക്കറിയാം. ഇംഗ്ലീഷ് നമ്മളെ ഇന്ത്യയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരുന്നു. അത് നമ്മുടെ എഡ്യൂക്കേഷൻ, ടെക്നോളജി, കൾച്ചർ, ബിസിനസ് എല്ലാ രംഗത്തും, സാങ്കേതിക എല്ലാ രംഗത്തും ഇംഗ്ലീഷ് ഇന്ന് ഒരുപാട് വലിയൊരു പ്രാധാന്യം തന്നെ വഹിക്കുന്നുണ്ട്. ഇംഗ്ലീഷ് അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ന് എല്ലാ മേഖലകളിലും. അപ്പം അതാണ് മെയിനായിട്ടും കൊളോണിയൽ ലെഗസി. ഇന്നിപ്പം പോസ്റ്റ് ഇൻഡിപെൻഡൻസ് കോഫീഷ്യൽ ലാംഗ്വേജ്, അതായത് സ്വാതന്ത്ര്യാനന്തരം ഇംഗ്ലീഷ് എന്ന ഭാഷ ഒരു സഹ ഔദ്യോഗിക കോഫീഷ്യൽ ലാംഗ്വേജ് ആയി മാറിയിട്ടുണ്ട്. ഓക്കെ. ദെൻ വേൾഡ് വൈഡ് ആയിട്ട് ഇന്ന് യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് വേറെ ഒരു ലാംഗ്വേജും അല്ല, ഇംഗ്ലീഷ് തന്നെയാണ് ഇന്ന് ഒന്നാമതായി നിൽക്കുന്ന ഒരു പ്രധാന ലാംഗ്വേജ് എന്നത് ഇംഗ്ലീഷ് തന്നെയാണ്. ഓക്കെ. അപ്പം ഇത്രയൊക്കെ തന്നെയുള്ളൂ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇംഗ്ലീഷ് എന്ന ഭാഷയുടെ പ്രാധാന്യം, ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നു. ഇന്നൊരു ഗ്ലോബൽ ലാംഗ്വേജ് ആയിട്ട് ഇംഗ്ലീഷ് മാറിയിട്ടുണ്ട്. ഇന്ന് പല രാജ്യങ്ങൾ, പല കൺട്രീസിലെയും നാറ്റീവ് ലാംഗ്വേജ് ഇന്ന് ഇംഗ്ലീഷ് തന്നെയാണ് അല്ലേ. ഓക്കെ. അപ്പം ഫേസസ് പഠിക്കുക. ലിറ്ററേച്ചറിലും ഇംഗ്ലീഷ് ലാംഗ്വേജിലൊക്കെ ഇന്ന് ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. മെയിനായിട്ടും ഈ ഒരു ചാപ്റ്റർ ഉൾപ്പെടുത്തുന്നത് ഹിസ്റ്ററിയിൽ വന്ന മാറ്റങ്ങൾ, നമ്മൾ ലാംഗ്വേജ് നമ്മുടെ ഹിസ്റ്ററിയിൽ കൊണ്ടുവന്ന മാറ്റങ്ങളൊക്കെ ആണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഓരോ പീരീഡ്സിൽ വരുന്ന മാറ്റങ്ങൾ, ആ ഒരു കാലഘട്ടത്തിൽ ഓതേഴ്സ് ഫോക്കസ് ചെയ്തത് എന്തൊക്കെ കണ്ടൻസ് ടോപ്പിക്സിനെ കുറിച്ചിട്ടായിരുന്നു എന്നൊക്കെയാണ് നമ്മൾ മെയിനായിട്ടും ഈ ഒരു ചാപ്റ്ററിലൂടെ നോക്കിയത്. വളരെ സിമ്പിൾ ചാപ്റ്റർ ആണ്. നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന വളരെ സിമ്പിൾ
ചാപ്റ്ററാണ്. നമുക്ക് ഒരുപാട് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാം. എസ്സേനേക്കാളും ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ട് ഉണ്ടായിരിക്കുക. പോയറ്റ്സ്, ആ പീരീഡിൽ വരുന്ന ഓതേഴ്സിൻ്റെ വർക്ക്സ് കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ടും ഈ ഒരു ചാപ്റ്ററിൽ ചോദിക്കുക. അപ്പോൾ അതൊക്കെ എല്ലാവരും ഒന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ പറയാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.